100 കടക്കം 120 നേടും എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് ഇപ്പോൾ 75-ൽ ഇടതുപക്ഷം എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തന്നെ തോൽവി സമ്മതിച്ചു എന്നാണ്. മെയ് 4-ാം തീയതി ഏവരും കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് വരികയാണ്. കോൺഗ്രസ് തെരുവിൽ തമ്മിൽ തല്ലി തീർന്നാലും അവർ അവന്മാരെ തന്നെ ജയിക്കട്ടെ എന്ന് ജനം തീരുമാനിക്കുന്ന ഒരു മനോഭാവം ഇപ്പൊ നിലവിൽ. മറ്റാരുണ്ട് LDF അല്ലാതെ? അതായിരുന്നു അവരുടെ. മറ്റാരാ ഉണ്ടെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നത് മുഴുവൻ പിണറായി വിജയന്റെ ചിത്രമാണ്. ഒരു കാലത്ത് VS-ന്റെ ചിത്രം കൊടുത്തപ്പോൾ കലഹിച്ച ആളാണ് പിണറായി വിജയൻ. PR വർക്ക് പരാജയപ്പെട്ടു. എങ്ങനെ? പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരാജയപ്പെട്ടു. കാരണം എന്താ? PR വർക്ക് പിണറായി വിജയന്റെ മുഖം തേച്ച് മിനുക്കി കാണിച്ച നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ പരസ്യങ്ങൾ മുഴുവൻ ചെയ്തത്. UDFന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അവരുടെ തമ്മിത്തല്ല് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ തമ്മിത്തല്ല് ഇത്ര പ്രകടമായി ആരംഭിച്ചത് വോട്ടിംഗ് കഴിഞ്ഞിട്ടാണ്. ജനം ഇപ്പൊ വിലപിക്കുന്നുണ്ടാവും, ദൈവമേ ഞങ്ങൾ ഇവരെയാണല്ലോ ജയിപ്പിച്ചത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. രാജീവ് ചന്ദ്രശേഖരൻ എടുത്തിരിക്കുന്ന ഈ പ്രാവശ്യത്തെ നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത്, NDA മുന്നണിയുടെ വോട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും പുറത്തു പോകരുത്. മറ്റാർക്കും അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, ക്രോസ് വോട്ടിംഗ് വേണ്ട. പ്രായം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും റിട്ടയർഡ് ആവാം. പിണറായി വിജയന് മാത്രമേ ഏകാധിപതിയായി ഇരിക്കാൻ പറ്റുള്ളൂ. പിണറായിക്ക് മാത്രം പ്രായം വരില്ല, ബാക്കിയുള്ളവർക്ക്. അതാ ഞാൻ പറഞ്ഞത്, പിണറായിക്കെതിരെയുള്ള മുഖാമുഖമുള്ള ഒരു സമരമാണ് G. സുധാകരൻ നയിക്കുന്നത്. ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആരും കോൺഫിഡന്റ് അല്ല, കിടന്ന് മിടിക്കുന്നത് നല്ല മിടിപ്പുണ്ട്, എല്ലാവർക്കും ബേജാറുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മെയ് 4-ാം തീയതി റിസൾട്ട് വരാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, ഭരണമാറ്റം ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ AP അഹമ്മദാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പം മെയ് 4-ാം തീയതി ഏവരും കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് വരികയാണ്. ഒരു മാസക്കാലം ഗ്യാപ്പ് എടുത്താണ് റിസൾട്ട് വരുന്നത്. എന്തൊക്കെയായിരിക്കാം വരുന്ന റിസൾട്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ? അല്ല, ഈ കേരളത്തിലെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഈ സോഷ്യൽ മീഡിയയിലും പത്രസമ്മേളനങ്ങളിലും ഒക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ന്യായീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജയപ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അവരോടൊന്ന് ചേർന്ന് നിന്ന് അവർ നെഞ്ചത്തുനിന്ന് കൈവച്ചാൽ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആരും കോൺഫിഡൻ്റ് അല്ല, നല്ല മിടിപ്പുണ്ട്, എല്ലാവർക്കും ബേജാറുണ്ട്. ഞങ്ങൾ മൂന്നാമതും വരുമെന്ന് പിണറായി വിജയനും ഇടതുപക്ഷവും പറയുന്നുണ്ടല്ലോ. ലെവലേശ ആത്മവിശ്വാസം ഇല്ല അവർക്ക്. ഒന്ന്, ഞങ്ങൾ ഭരണം പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ ആര് മുഖ്യമന്ത്രിയാവണം എന്ന് ചർച്ച മാത്രം, പരസ്യം, തല്ല്. അപ്പോൾ അധികാരത്തിൻ്റെ വടംവലി UDF-ലും ആരംഭിച്ചിട്ടുണ്ട്. അവരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ആവേശത്തിൽ ഇറങ്ങി. അത് കുറേ എക്സിറ്റ് പോളുകളും കുറേ നിരീക്ഷണങ്ങളും പിന്നെ പിണറായി വിജയൻ്റെ ഈ ആൻറ്റി ഇൻക്യുംബൻസി, ഭരണവിരുദ്ധ വികാരം കൊണ്ടും പിണറായി വിജയൻ മനുഷ്യനെ വെറുപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നെഗറ്റീവ് വോട്ട് കൊണ്ട് ജയിച്ചു കളയാമെന്നൊക്കെയുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കും അത് സമ്പൂർണ്ണ വിശ്വാസമൊന്നുമില്ല. വന്നാലായി എന്ന വിശ്വാസമേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ മുന്നണി NDA ആണ്. NDA എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയാണ്. അവർ തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി കുറെ കൂടി കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ എടുത്തിരിക്കുന്ന ഈ പ്രാവശ്യത്തിൻ്റെ നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത്, NDA മുന്നണിയുടെ വോട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും പുറത്തു പോകരുത്. മറ്റാർക്കും അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, ക്രോസ് വോട്ടിംഗ് വേണ്ട. ആരെങ്കിലും ജയിക്കട്ടെ തോൽക്കട്ടെ. സാധാരണ രീതിയിൽ നമ്മൾ ജയിക്കാത്ത സീറ്റുകളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനൊക്കെ ചില മണ്ഡലങ്ങളിൽ BJP ശ്രമിച്ചിരുന്നു. പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെ ആയാലും അല്ലെങ്കിലും പാർട്ടി അണികൾ അങ്ങനെ ചെയ്തിരുന്നു. അത് സമ്മതിക്കാതെ സമ്പൂർണ്ണമായി NDA മുന്നണിയുടെ പാനൽ വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള നയമാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാണ്, നല്ലതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പോട് കൂടി മനസ്സിലാവും നമ്മുടെ കയ്യിൽ എത്ര വോട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് NDAയോട് അടുക്കാനും NDAയെ അസസ് ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനും NDAയോട് രാഷ്ട്രീയ ബന്ധങ്ങൾ ആലോചിക്കാനും ഒക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ആലോചിക്കാൻ പറ്റും. കാരണം ഇന്ത്യയിൽ BJP അധികാരത്തിലേക്ക് വന്നിട്ടുള്ള മിക്ക സംസ്ഥാനങ്ങളിലും സമർത്ഥമായ മുന്നണി സംവിധാനങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ബീഹാറാണ്. ബീഹാർ സോഷ്യലിസ്റ്റുകളുടെ നാടാണ്. മാത്രമല്ല പിന്നോക്ക ജാതി രാഷ്ട്രീയത്തിൻ്റെ നാടാണ്. അവിടെ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിനെയും ജാതി രാഷ്ട്രീയത്തെയും അതിജീവിച്ചുകൊണ്ട് നിതീഷ് കുമാർ എന്നൊരാളെ സമർത്ഥമായി മുന്നണിയിൽ നിർത്തി ജനതാദൾ U എന്ന് പറയുന്ന ഒരു ഘടകകക്ഷിയെ ഭരിപ്പിച്ചു. അങ്ങനെ ചെയ്തത്. ഭരിപ്പിച്ചിട്ട് ഏതുവരെ? അൺടിൽ ആൻഡ് അൺലെസ്, വളരെ കൃത്യമായ സാഹചര്യം വരുന്നത് വരെ BJPക്ക് പറ്റിയ ഒരാളെ 2 ഉപമുഖ്യമന്ത്രിമാരെ ഇട്ട്, ഓർമ്മയില്ലേ, BJPക്ക് പറ്റിയ ഒരാളെ വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ BJP മുഖ്യമന്ത്രിയെ. അത് അത്തരത്തിലുള്ള പൊളിറ്റിക്സ് ആ സ്ട്രാറ്റജിയാണ് പലയിടത്തും. അതാണ്
കാശ്മീരിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാശ്മീരിൽ PDP ആയിരുന്നു BJP യുടെ ഘടകകക്ഷി. അപ്പോൾ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ ഇപ്പോൾ PDP ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് സ്ട്രാറ്റജി. കേരളത്തിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇപ്പോഴത്തെ ഘടകകക്ഷി അങ്ങനെയാണ് പതുക്കെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു തരം അകൽച്ച പാലിക്കുന്നുണ്ട് BJP-യോട്. അതെന്തോ രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, എന്തോ BJP തൊട്ടുകൂടാത്തൊരു സാധനമാണ്. BJP എന്തോ മനുഷ്യനെ കൊല്ലുന്ന പാർട്ടിയാണ്, അക്രമികളുടെ പാർട്ടിയാണ്, വർഗീയ പാർട്ടി അല്ല വർഗീയ പാർട്ടിയാണ് എന്ന് തോന്നിക്കുന്ന ചില ചിത്രങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ കോണ്ടസ്റ്റിൽ നിന്നൊക്കെ കിട്ടിയത് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മുന്നണിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം 2020 കൂടെ വന്നു എന്നുള്ളതാണ്. ഈ 2020-യിലൂടെ വരുന്നത് ഒരു പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി അല്ല, ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്, മിഡിൽ ക്ലാസ് ആണ്. ആ കമ്മ്യൂണിറ്റിക്ക് അന്ധമായ രാഷ്ട്രീയ വിരോധമൊന്നുമില്ല. അവർ ബിസിനസ്സുകാരാണ്. അവർ ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന ലാഭം CSR ഫണ്ടിലൂടെ ജനങ്ങളെ സേവിക്കാൻ തയ്യാറാണ്, സംഭാവന കൊടുക്കാൻ തയ്യാറാണ്, ജനങ്ങളുടെ വെൽഫെയർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നവരാണ്. അവരെ ചെറുത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ സാബു ജേക്കബ് ഒരു പ്രതീകമാണ്, ഒരു ക്ലാസിൻ്റെ, മിഡിൽ ക്ലാസിൻ്റെ. പ്രത്യേകിച്ച് അതിലൂടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയ തോതിൽ മിഡിൽ ക്ലാസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യാനികൾ. ഏറ്റവും ഡൗൺ ട്രോഡൻ ക്രിസ്ത്യാനി എന്ന് പറയാൻ അധികം പേരൊന്നുമില്ല. അത് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ആയ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മിഡിൽ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റി. രണ്ട്, 2020-ക്ക് കുറച്ച് സീറ്റുകൾ കിട്ടിയപ്പോൾ അവർ ആർക്കും ആദ്യം കൊടുത്തത് ശ്രദ്ധിച്ചോ? അവർ നമ്മുടെ അടുക്കളയിൽ സ്വാധീനമുള്ള ഒരു വിഭാഗത്തിനാണ്, നമ്മുടെ സീരിയൽ നടികൾ. അപ്പോൾ നമ്മൾ ഞാനും അത് വളരെ നല്ല സ്ട്രാറ്റജിയാണത്. നമ്മുടെ കുട്ടികൾക്കും വീട്ടകങ്ങൾക്കും താല്പര്യമുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ, സീരിയൽ താരങ്ങൾ. അങ്ങനെയുള്ളൊരു വിഭാഗത്തിന് രാഷ്ട്രീയത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ആ താരങ്ങളൊക്കെ വന്നിട്ട് BJP-ക്ക് വോട്ട് ചെയ്യണം, NDA-ക്ക് ഞങ്ങൾ മത്സരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ന്യൂജൻ ഒരു ക്യാമ്പയിനും കൂടി അവരിലേക്ക് കൂടി എത്താൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിൽ BJP-യുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി നല്ലതാണ്. അതിൻ്റെ റിസൾട്ട് ആവാൻ കുറച്ച് സമയം എടുക്കും. ഇത് കാരണം കേരളം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ഈ സിരകളിൽ രാഷ്ട്രീയമുള്ളൊരു നാടാണിത്. ആഴത്തിൽ ഇമോഷണൽ പൊളിറ്റിക്സ് തറവാട് പോലെയാണ് രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസ് ആണെങ്കിൽ കലാകാലവും കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ എന്നും കോൺഗ്രസ്. അടിയുറച്ച രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ വികാരം കൊള്ളുക, പഴയ പോരും വീര്യവും പറയുക, പഴയ പ്രമാണിത്വം പറയുക, പഴയ അങ്ങനെ ഉണ്ടല്ലോ. ഒന്നുകിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറയുക, അല്ലെങ്കിൽ പഴയ വിപ്ലവകാരികളുടെ പേര് പറയുക, രക്തസാക്ഷികളുടെ, അങ്ങനെ ഒരു പൊളിറ്റിക്സ്. അതിന് കേരളത്തിൽ കുറച്ചുകൂടി കാലം, ഈ ഒരു ജനറേഷൻ്റെ കാലത്ത് അതിന് പേരുണ്ടാവും. അത് കാലാകാലത്ത് നിലനിൽക്കുന്ന ഒന്നല്ല. അതിനെ ബ്രേക്ക് ചെയ്യാനും BJP ശ്രമിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ആണ് BJP-യുടെ ഒരു സ്വാധീനമുള്ളത്. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ മെയ് 4-ാം തീയതി വരാൻ പോകുന്നത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത്, ഇവർ തമ്മിലുള്ള തല്ല് എന്തായിക്കൊള്ളട്ടെ, അവകാശവാദങ്ങൾ എന്തായിക്കൊള്ളട്ടെ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ജനവികാരം അടിത്തട്ടിലുണ്ട്. അത് ഭരിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ വേണമെങ്കിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ചെയ്ത ഭരണപരിഷ്കാരങ്ങളുടെ മെറിറ്റ് എടുക്കുമ്പോൾ അത് മോശമല്ലാത്ത ഗ്രാഫ് ഉണ്ടാവും. അതിന് ഒട്ടും മോശമല്ല. ഇപ്പോൾ ഉദാഹരണം എടുത്തോളൂ, കേരളത്തിലാകെ 2.25 കോടി വോട്ടർമാരേ ഉള്ളൂ. 2.25 കോടി. അതിൽ 1 കോടി വോട്ടർമാർ പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം, ആ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമുള്ള പെൻഷൻ പദ്ധതിയിലുണ്ട്. പെൻഷൻ വാങ്ങിയവരാ 75 ലക്ഷത്തോളം, ഏതാണ്ട് 65 ലക്ഷത്തോളം മറ്റേ സാധനം സാമൂഹ്യ പെൻഷൻ. ഏതാണ്ട് ഇപ്പോൾ വനിതകൾക്ക് കൊണ്ടുവന്ന 1000 രൂപയുണ്ടല്ലോ, 1000 രൂപയുടെ പെൻഷൻ ഏതാണ്ട് 30-35 ലക്ഷമുണ്ട്. 65-35 1 കോടിയായോ? അവർ ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്താൽ പിണറായി വിജയന് വീണ്ടും അധികാരത്തിൽ വരാവുന്നതേ ഉള്ളൂ. പിന്നെ വികസനം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണെങ്കിൽ പോലും നമ്മുടെ ഹൈവേ വികസനം, റെയിൽവേ വികസനം, ഇതൊക്കെ പിണറായി വിജയൻ്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ നമ്മുടെ വിഴിഞ്ഞത്തെ പോർട്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വികസനമൊന്നും നടന്നിട്ടില്ല എന്ന് ആരും പറയില്ല. പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഈ വികസനത്തിലൊക്കെ ജനം കാണുന്ന ഒരു മുഖമാണ്. ആ ഒരു മുഖത്തിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നതും വലിയ അബദ്ധമാണ്. സോഷ്യൽ മീഡിയയിലായാലും PR വർക്കായാലും കട്ടൗട്ടുകളായാലും. ഞാനല്ലാതെ മറ്റാരുണ്ട്, ഞാനെന്ന് എഴുതിയിട്ടില്ല എന്നുള്ളൂ. ഞാൻ അതിന് പകരം LDF എന്ന് എഴുതി. ആളുകൾ കാണുന്നത് ഇദ്ദേഹത്തെയാണ്. മറ്റാരാ ഉണ്ട് എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നത് മുഴുവൻ പിണറായി വിജയന്റെ ചിത്രമാണ്. ഒരു കാലത്ത് VS-ന്റെ ചിത്രം കൊടുത്തപ്പോൾ കലഹിച്ച ആളാണ് പിണറായി വിജയൻ. അപ്പോൾ ഇതൊരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. മാത്രമല്ല മൊത്തത്തിലൊരു സാമൂഹ്യ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. പണ്ട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്.
ആരാണ് ഭരിക്കുന്നത് വെച്ചാൽ പിണറായി 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 എന്നാണ് ഉത്തരം. ഭരിക്കുന്നത് എന്താ പറയേണ്ടത്? LDF എന്നാണ് പറയുന്നത്. പക്ഷേ LDF മുന്നണി എന്ന് പറയുന്നൊരു മുന്നണി ആക്റ്റീവാണോ? അത് കൂടാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ ആരൊക്കെയാണ് എൻ്റെ നേതാക്കൾ? അത് അങ്ങനെ ഒരു സിസ്റ്റം സജീവമല്ല. 2, പിന്നെ ആരാ ഭരിക്കുക? ഭരിക്കേണ്ടത് ആരാണ്? മുഖ്യ കക്ഷിയായ CPM സംസ്ഥാന കമ്മിറ്റി ഈ ഭരണത്തിൽ എന്ത് പങ്കുവഹിക്കുന്നുണ്ട്? പിണറായിയേക്കാൾ കഴിവുള്ള ആളുകളാണല്ലോ അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളത്. എന്തുകൊണ്ടാണ് അവർക്ക് റോളില്ലാത്തത്? LDFന് റോളില്ല, CPMന് റോളില്ല. മൂന്നാമത്തെ ഒരു കാര്യം മന്ത്രിസഭയാണ്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നൊരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെങ്കിലും? പിണറായി വിജയൻ്റെ കാലത്ത് നടന്ന ഏതെങ്കിലും ദുരന്ത കാലത്ത് എല്ലാ മന്ത്രിമാരും ചേർന്നാണല്ലോ ദുരന്ത നിവാരണം, പ്രധാനപ്പെട്ട മന്ത്രിമാർ, റവന്യൂ വകുപ്പ്, ആരോഗ്യ വകുപ്പ് ഒക്കെ ചെയ്ത് അവരെയൊക്കെ നോക്കുകുത്തികളാക്കി ഇരുത്തിക്കൊണ്ട് ഇദ്ദേഹം ഏതാണ്ട് ഏകാധിപതിയെ പോലെ സംസാരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അത് ഞാൻ എന്ന് തന്നെയാണ്. അപ്പോൾ മാത്രമല്ല ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ എടുത്തു നോക്കൂ, ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരെയും അദ്ദേഹം പുതുമുഖങ്ങളെ വെച്ചു. എന്തിനാ? ഒരു ഭരണപരിചയവും ഇല്ലാത്തവൻ വന്ന് മന്ത്രിമായിട്ട് ഇരുന്നോളും. എല്ലാ മന്ത്രിമാരുടെ വകുപ്പും ഞാൻ ഒരാൾ പിടിക്കും എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അങ്ങനെയാണ്. പിണറായി വിജയന്റെ ഒരു നോമിനി അല്ലെങ്കിൽ ഒരു പ്രതിനിധി, റെപ്രസെൻറ്റേറ്റീവ് എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ വെച്ചോ, ഒരാളെ ഞാൻ വെക്കും എന്ന് പറഞ്ഞാൽ അയാളായിരിക്കും ഡീൽ ചെയ്യുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയായി ഇതിൻ്റെ ഒരു സംവിധാനം. ആലോചിച്ച് നോക്കൂ. ഇനി ഇതിൻ്റെ ഈ മന്ത്രിസഭയെക്കുറിച്ചുള്ള ദോഷങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ. ഈ മന്ത്രിസഭയെക്കുറിച്ച് വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്ന് കെടുകാര്യസ്ഥതയുണ്ട്. ഭരിക്കാൻ അറിഞ്ഞുകൂടാന്ന്. പുതിയ മന്ത്രിമാർ വെച്ചാൽ കെടുകാര്യസ്ഥത ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ മന്ത്രിമാരൊക്കെ കഴിവുകെട്ടവരാണ്, മുഖ്യമന്ത്രി മാത്രം കേമനാണ് എന്നൊരു. ഇനി മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരാ ഭരിക്കുന്നത്? ഒരു മാസം കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ടാണ് 10, 12, 13 ഉപദേഷ്ടാക്കളെ വെച്ചിരിക്കുന്നത്. IAS അവർ ഭരിക്കും, ഉദ്യോഗസ്ഥ ലോബി ഭരിക്കും. അതിനെന്തിനാ മുഖ്യമന്ത്രി? മൂന്നാമത്തെ ഒരു കാര്യം, ഈ മന്ത്രിസഭയ്ക്കെതിരെ വന്ന വലിയ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അഴിമതി വന്നു, ഏറ്റവും വലിയൊരു ആരോപണം. അഴിമതി വന്നു, സ്വജനപക്ഷപാതവും വന്നു. ഇത് പണ്ടും വന്നിട്ടുണ്ട്, EMSന്റെ കാലത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് 2 കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങൾ അഴിമതി നടത്തിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്? പാർട്ടിക്ക് വേണ്ടിയാണ്. 2, ഞങ്ങളുടെ ആളുകൾക്ക് ഞങ്ങൾ ജോലി കൊടുത്തിട്ട് ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഞങ്ങളുടെ സഖാക്കൾക്ക്, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് പിന്നെ ആര് കൊടുക്കും? ഇതെന്താ പ്രശ്നം എന്നറിയോ? ഈ ആരോപണം വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അഴിമതി നടത്തിയത് പാർട്ടിക്ക് വേണ്ടിയല്ല, സ്വന്തം കാര്യത്തിനും സ്വന്തം വീട്ടുകാർക്കും വേണ്ടിയാണ്. 2, സ്വന്തക്കാരെ നിയമിച്ചു എന്ന് പറയുമ്പോൾ ആരെയാണ്? ഒന്നുകിൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനെ ആവണം, അല്ലെങ്കിൽ പാർട്ടിക്കാരെ ആവണം. ഇത് രണ്ടുമല്ല. സ്വന്തക്കാരുടെ മക്കളെ, ഭാര്യമാരെ, മന്ത്രിമാരുടെ ഭാര്യമാരെ, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ വന്ന് ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഈ ഏകാധിപത്യ പ്രവണത മുന്നോട്ട് കൊണ്ടുപോയാൽ ഇടതുപക്ഷം തന്നെ ഇല്ലാതാവും, എസ്പെഷ്യലി CPM ഇല്ലാതാവും. അതുകൊണ്ട് ഈ ടേമിൽ പിണറായി വിജയനൊന്നും മാറുന്നത്, അധികാരമില്ലാത്ത ഒരു CPM നിലനിൽക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കൂടി ആവശ്യമാണ് എന്ന് അവർക്കും തോന്നുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയുന്നത്, പിണറായി വിജയനെ ഈ തവണ തോൽക്കുമെങ്കിൽ അതെന്തുകൊണ്ടാവും? അദ്ദേഹത്തിൻ്റെ ഭരണപരാജയം കൊണ്ടല്ല, എതിരാളികളുടെ കേമത്വം കൊണ്ടുമല്ല, UDFന്റെ മെറിറ്റ് കൊണ്ടല്ലല്ലോ, തീർച്ചയായിട്ടും അല്ല. പിന്നെ ഇടതുപക്ഷത്തിനോടും കമ്മ്യൂണിസ്റ്റുകാരോടുമുള്ള അങ്ങനെയുള്ള മൗലികമായ വിരോധം കൊണ്ടുമല്ല. പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയുടെ ഒരു ഷോ ഉണ്ട്, അത് എത്ര നേരം പ്രൊജക്റ്റ് ചെയ്ത് കാരണഭൂതനാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യത, വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യത അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു. എന്താണത്? ഞാൻ 2 തവണ ഭരിച്ചു, ജനങ്ങൾ തന്ന സഹകരണത്തിന് നന്ദിയുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നയിക്കും, ഈ തെരഞ്ഞെടുപ്പോടെ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറും, എനിക്ക് പകരം മറ്റൊരു ഇടതുപക്ഷക്കാരൻ മുഖ്യമന്ത്രിയാകും. ഇടതുപക്ഷക്കാരി എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ 100 മാർക്ക് കൂടിയേനെ. തീർച്ചയായും ഒരു വനിതാ മുഖ്യമന്ത്രിയൊക്കെ കൊടുക്കാനുള്ള ചരിത്രപരമായ അവസരമല്ലേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഇന്നത്തെ അവസ്ഥയിൽ അദ്ദേഹത്തെ വെടിവെച്ച് അദ്ദേഹം പറയൂ. ഇതാണ് ചിത്രം. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള വിരോധമായി എവിടെ കണ്ടാലും ആലോചിച്ച് നോക്കൂ. ആ ഒരു ഫ്യൂഡൽ ലാംഗ്വേജ് രീതിയും, ഒരു മനുഷ്യൻ സംശയം ചോദിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോഴല്ല, ജനനേതാവിനോട് എപ്പോഴും ജനങ്ങൾക്ക് സംശയം ചോദിക്കാം, ഉറങ്ങുമ്പോഴും മുട്ടിയിട്ട് ചോദിക്കാം, അവർക്ക് അവകാശമില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്നത് എവിടുത്തെ? അതിന് പകരം അതെങ്ങനെയൊക്കെ ഡീൽ ചെയ്യാമായിരുന്നു? കടക്കുപുറത്താണല്ലോ സ്ഥിരം പരിപാടി. നാറിയും പരനാറിയുമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം
ഭാഷ, ടെർമിനോളജി അങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഇതിനൊക്കെ പകരം എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എക്സോർ പോയി ആര് സംസാരിക്കുകയാണെങ്കിലും സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നാലും ഒന്നുകിൽ ക്ഷമയോടെ അത് കേൾക്കാം, എന്നിട്ട് അപ്പം തന്നെ അതിന് പറ്റുന്ന മറുപടി പറയാം. അല്ലെങ്കിൽ ഒരു മിനിറ്റ് കേട്ടോ ഞാനിതൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ എന്നിട്ട് ചോദിച്ചോ എന്ന് പറയാം. അതുമല്ലെങ്കിൽ സഖാക്കളെ അദ്ദേഹത്തിന് പറയാനുള്ള ഒന്ന് എഴുതി വാങ്ങി വെക്കൂട്ടോ എന്ന് എന്തെല്ലാം മാന്യമായിട്ട് പരിഹരിക്കാം. അപ്പം ഇതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് രീതിയും ജനപക്ഷ മനസ്സും ഒക്കെ കളഞ്ഞു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ മാറ്റണം എന്നൊരു വികാരം ഈ ഗുണങ്ങളൊക്കെ കാണുന്ന ജനത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ തന്നെ കണക്കിൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്ന കണ്ടില്ലേ, ഒടുവിലത്തെ കണക്ക് 75 എന്നാ. 100 കടക്കും 120 നേടും എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് ഇപ്പോൾ 75 ഇടതുപക്ഷം എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തന്നെ തോൽവി സമ്മതിച്ചു എന്നാണ്. അതാണ് ഒരു ചിത്രം. അതുകൊണ്ട് വളരെ കൃത്യമാണ്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഒരു പൾസ് താഴെ തട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കെ സർക്കാരിൻ്റെ PR വർക്ക് കൊണ്ട് ജയിച്ചു കളയാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. PR വർക്ക് പരാജയപ്പെട്ടു. എങ്ങനെ? പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരാജയപ്പെട്ടു. കാരണം എന്താ? PR വർക്ക് പിണറായി വിജയന്റെ മുഖം തേച്ച് മിനുക്കി കാണിച്ച വലിയ നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ പരസ്യങ്ങൾ മുഴുവൻ ചെയ്തത്. അത് പിണറായി വിജയൻ ചെയ്യുമ്പോൾ വേറെ കേരളത്തിൽ 2 മുന്നണിയുണ്ട്. ജനങ്ങളുടെ പണം പിരിച്ച് ഇതിനേക്കാളും ഭീകരമായിട്ട് UDF ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ NDAയും ചെയ്തു. എവിടെയെങ്കിലും കുറവുണ്ടായിരുന്ന പരസ്യം? ആർക്കെങ്കിലും കുറവുണ്ടോ? ഒന്നിനൊന്ന് മത്സരിച്ചിട്ട് ആരുമാരും ജയിക്കാതെ ആരുമാരും തോൽക്കാതെ ഈ PR വർക്ക് അന്ന് തന്നെ അവസാനിച്ചു. അതുകൊണ്ട് ജയിക്കില്ല. പിന്നെ ഭരണത്തിൻ്റെ മെറിറ്റ് കൊണ്ട് ജയിക്കാനാണെങ്കിൽ അത് ഭരണത്തിൻ്റെ പ്രതീകമായ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് കളയുകയും ചെയ്തു. അതുകൊണ്ട് എന്തൊക്കെയായാലും കോൺഗ്രസ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസ് തെരുവിൽ തമ്മിൽ തല്ലി തീർന്നാലും അവന്മാരെ തന്നെ ജയിക്കട്ടെ എന്ന് ജനം തീരുമാനിക്കുന്ന ഒരു മനോഭാവം ഇപ്പം നിലവിലുണ്ട്. അതുകൊണ്ട് മെയ് 4-ന് റിസൾട്ട് വരുമ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ കാണാത്ത വലിയ അന്തർധാരയൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നിരിക്കെ UDF അധികാരത്തിൽ വരുമെന്ന് വേണം കരുതാൻ. പിന്നെ അവരെങ്ങനെ ഭരിക്കും, എങ്ങനെ മുടിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ UDFന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അവരുടെ തമ്മിത്തല്ല് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ 2 ഗുണമുണ്ട്. ആ തമ്മിത്തല്ല് ഇത്ര പ്രകടമായി ആരംഭിച്ചത് വോട്ടിംഗ് കഴിഞ്ഞിട്ടാ. ജനം ഇപ്പൊ വിലപിക്കുന്നുണ്ടാവും, ദൈവമേ ഞങ്ങൾ ഇവരെയാണല്ലോ ജയിപ്പിച്ചത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നടക്കട്ടെ, അത് അവരുടെ സ്വയംകൃത അനർത്ഥങ്ങൾ അവരനുഭവിച്ചേ തീരുള്ളൂ. എത്ര കാലം ഭരിക്കും, തമ്മിൽ അടിച്ചു തീരുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. വലിയൊരു ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടാണ് G. സുധാകരൻ ഇപ്പം കോൺഗ്രസിന്റെ ഇതോടുകൂടി മത്സരിച്ചത് തന്നെ. പ്രായം എന്ന് പറയുന്നത് ആർക്കും വേണമെങ്കിൽ റിട്ടയർഡ് ആവാം. പിണറായി വിജയന് മാത്രമേ ഏകാധിപതിയായി ഇരിക്കാൻ പറ്റുള്ളൂ. പ്രായം വരില്ല ബാക്കിയുള്ളവർക്ക്. അതാ ഞാൻ പറഞ്ഞത്, പിണറായിക്കെതിരെയുള്ള മുഖാമുഖമുള്ള ഒരു സമരമാണ് G. സുധാകരൻ നയിക്കുന്നത്. അങ്ങനെ വേണം ഇതിനെ കാണാൻ. ആ സമരത്തിന്റെ അലയൊലി അമ്പലപ്പുഴയിൽ മാത്രമല്ല, ആകാശം മുഴുക്കെ ഉണ്ടാവും, മൊത്തത്തിൽ പ്രതിഫലിക്കും. അതുകൂടി കാണാനുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് വെച്ചാൽ അത് അവർക്ക് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ, അവർക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നുണ്ടോ, ഈ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നതിനൊപ്പം അത് ആഴത്തിൽ അറിഞ്ഞ് ചിന്തിക്കാൻ UDFന് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അത് അവർ അറിഞ്ഞാൽ അവർക്ക് നല്ലത്. എന്താണേലും മെയ് 4-ാം തീയതി അറിയാം ആര് വാഴും, ആര് വീഴും, ആര് മുഖ്യമന്ത്രിയാവും എന്നൊക്കെ. നന്ദി. കാത്തിരിക്കും. റൈറ്റ്.